Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള, ഒന്ന് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല, അതുപോലെ ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള കുർക്കുറി ബിന്ദിയാണ്. വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്നാക്ക് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ 1/4 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ടൈപ്പ് വെണ്ടയ്ക്കായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ രണ്ടറ്റവും മുറിച്ച് മാറ്റിയിട്ട് നെടുകെ ഒന്ന് പിളർന്നെടുക്കുക. എന്നിട്ട് ഉള്ളിലുള്ള കുരുവുമെല്ലാം എടുത്ത് മാറ്റണം. നമുക്ക് ആ ഒരു പുറമേയുള്ള സ്കിൻ മാത്രം മതി. ഉള്ളിലുള്ള കുരുവിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഈ പുറമേയുള്ള സ്കിൻ നമുക്ക് എന്നിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. മാക്സിമം കനം കുറച്ചിട്ട് തീരെ വണ്ണം കുറച്ച് വേണം അരിയാനായിട്ട്. അപ്പോഴാണ് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ വലിയ വലിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അത്ര ടേസ്റ്റിൽ കിട്ടില്ല. അപ്പോൾ ചെറിയ ചെറിയ ഇതുപോലെ സ്ട്രിപ്സായിട്ട് നമുക്ക് മുറിച്ച് മാറ്റാം. ഇത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം കേട്ടോ. ഫ്രൈ ആയിട്ട് നമുക്ക് ഒരു ഫ്രൈ ഐറ്റം ആയിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്നാക്കായിട്ട് നല്ലതാണ്. കട്ടൻ ചായയുടെയും ചായയുടെയൊക്കെ കൂടെ നമുക്ക് വൈകിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ വെണ്ടയ്ക്ക മുഴുവൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ണത്തിൽ വേണം അരിയാനായിട്ട്. ഒത്തിരി വലുതാക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവ് ഇഷ്ടമായതുകൊണ്ട് അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മുളക് പൊടി മതി കേട്ടോ. പിന്നെ ഒരു നുള്ള്, അതായത് ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ജീരകമായിട്ട് തന്നെ വേണമെങ്കിലും ചേർക്കാം. പിന്നെ 1 ടീസ്പൂണോളം ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ വെണ്ടയ്ക്കയിലേക്കൊന്ന് പിടിപ്പിക്കണം. അധികം പ്രസ് ചെയ്യരുത്. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അധികം പ്രസ് ചെയ്യരുത്. ഇതിൽ നിന്ന് അധികം വെള്ളം ഒന്നും പാടില്ല. വെണ്ടയ്ക്ക ആദ്യം അരിയുന്നതിന് മുന്നേയും കഴുകി തുടച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നനവില്ലാതെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഒത്തിരി അങ്ങ് പൊടി ചേർക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ കൂടുതൽ നല്ലത്. അങ്ങനെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ കൈവച്ച് പ്രസ് ചെയ്ത് അതിലേക്ക് പിടിപ്പിച്ചാൽ അത് പിടിക്കില്ല. അത് ഒട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. പൊടി പോരെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും എല്ലാം വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. എണ്ണ നന്നായിട്ട് ചൂടാക്കുക. ഏത് എണ്ണയായാലും കുഴപ്പമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏത് എണ്ണയാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒട്ടിപ്പിടിച്ച് ഇരിക്കരുത്. വിടർത്തി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊക്കെ ഒട്ടിയിരുന്നാലും നമ്മളത് ഫ്രൈ ആയി കഴിയുമ്പോൾ വിട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമൊക്കെ ഒരു തളർന്നായിരിക്കും ഇരിക്കുന്നത്. ഇത് മൂക്കുന്നതിനനുസരിച്ച് അത് സ്റ്റിഫായി വരും. നമുക്ക് ആ സ്പൂണിട്ട് ഇളക്കുന്ന സമയത്ത് അത് കുറച്ച് സ്റ്റിഫായെന്ന് തോന്നുമ്പോൾ, അതുപോലെ തന്നെ അതിൻ്റെ കളർ ഇച്ചിരി ഡാർക്കായി വരുമ്പോഴേക്കും അത് മൂത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുർക്കുറെ ബിന്ദി റെഡി ആയിട്ടുണ്ട്. നല്ല കരുമുരാന്നിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.